ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു എഗ് കറി വിത്ത് പൊറോട്ടയാണ് ഡിന്നറിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പൊറോട്ട ആസ് യൂഷ്വൽ ഫ്രോസൺ പൊറോട്ടയാണ്. എഗ് കറി, എഗ്ഗ് ബോയിൽ ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്ത് കോക്കനട്ട് ഓയിലിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ കറി വെക്കുന്ന വളരെ ഈസി ആയിട്ട് വെക്കുന്ന ഒരു എഗ് കറിയാണ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും, എന്നിട്ടാണ് അത് ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുട്ടയൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് പൊളിച്ച് കോക്കനട്ട് ഓയിലിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ കടുക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അനിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഗ്രേവി ഉണ്ടാക്കി. അപ്പോൾ ഇത് കുക്ക് ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് നമ്മുടെ നോർമൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇതൊരു ക്വിക്കായിട്ടുണ്ടാക്കിയ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ ഒരു എഗ് കറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൽഡിയിൽ നിന്ന് മേടിച്ച പേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ പാത്രം ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ച് ഇച്ചിരൂടെ നന്നായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു എഗ് കറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് കുക്കറിനകത്തോട്ടിട്ട് ഒരു വിസിലടിച്ചാൽ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പാത്രം ഒന്ന് ട്രാൻസ്ഫർ ചെയ്തു. ആ പാനിനകത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ആ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ജസ്റ്റ് അത് അതിനകത്തോട്ട് ഇട്ടു. ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് വിസിലടുപ്പിച്ചു. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുക്കായി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ആഡ് ചെയ്തുള്ളൂ. കുരുമുളക് പൊടി ഞാൻ വളരെ കുറച്ച് ഒരു ഇച്ചിരിക്കോളം കുരുമുളക് പൊടി ഇട്ടുള്ളൂ, കാരണം എൻ്റെ മോന് സ്പൈസ് അധികം ഇഷ്ടമില്ല. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോയിൽഡ് എഗ് കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ക്വിക്ക് ഡിന്നർ പൊറോട്ട വിത്ത് എഗ് കറി റെഡിയാണ്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.